അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളും എഴുതിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളും ഇനി പുതുതായിട്ട് PSC-യിലേക്ക് വൺ ഡേ ടെസ്റ്റ് ചെയ്ത് ജോയിൻ ചെയ്യാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പല ഉദ്യോഗാർത്ഥികളും ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കാറുണ്ട്, സാറേ എൻ്റെ അഡ്രസ്സിൽ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ആ അഡ്രസ്സിൽ വ്യത്യാസം കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു അഡ്രസ്സായിരുന്നു. അതിനുശേഷം പിന്നീട് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കല്യാണം കഴിച്ച് മാറി കഴിയുമ്പോൾ അവരുടെ അഡ്രസ്സിൽ മാറ്റം വരുന്നു. അതുപോലെ തന്നെ പല രീതിയിൽ അഡ്രസ്സിൽ ഇനിഷ്യലുകളില്ല. അങ്ങനെയുള്ള പല വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനൊക്കെ എന്താണ് ഒരു പരിഹാരം? PSC സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? PSC-യിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഞങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഇല്ലാതാവുകയാണോ, അല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധി എന്താണ്? ഇങ്ങനെയുള്ള ധാരാളം സംശയങ്ങളുമായിട്ട് ഉദ്യോഗാർത്ഥികൾ എന്നെ സമീപിക്കാറുണ്ട്. ധാരാളം ഫോൺ കോളുകൾ ദിവസേന ഈ കാര്യവുമായിട്ട് അനുബന്ധിച്ച് വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തത്. അപ്പോൾ PSC-യിൽ വൺ ഡേ രജിസ്ട്രേഷൻ ചെയ്യുന്ന അവസരത്തിൽ അല്ലെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നീട് സർട്ടിഫിക്കറ്റുകളിലൊക്കെ തന്നെ അഡ്രസ്സിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധിയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓരോ സർട്ടിഫിക്കറ്റിലും നമുക്ക് അതിൻ്റെ പലതരത്തിലുള്ള മാറ്റങ്ങൾ, ഇന്ന മാറ്റമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ വില്ലേജ് ഓഫീസിൽ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭ്യമാണ്. പ്രസ്തുത സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കിയാൽ ഈ പറയുന്ന വ്യത്യാസങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. PSC-യിൽ നമുക്കിപ്പോൾ അഡ്രസ്സ് പെൺകുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞു, അവർ കൂടുതലായിട്ടും പെൺകുട്ടികളാണ് എന്നോട് വിളിച്ചു ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ ഇനീഷ്യൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ് പലതരത്തിലുള്ള ആൺകുട്ടികൾ അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് മുൻപിൽ ചേർത്തിട്ടില്ല, ഇങ്ങനെയുള്ള പല വ്യത്യാസങ്ങളും പറഞ്ഞ് ധാരാളം ഉദ്യോഗാർത്ഥികൾ വിളിക്കാറുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഉദ്യോഗാർത്ഥികളും ഉണ്ട്. അതിനകത്ത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് ബാധകമാണ്. വില്ലേജ് ഓഫീസിൽ നമുക്ക് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് നമുക്ക് PSC-യിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അഡ്രസ്സിൽ വ്യത്യാസമുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഈ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ അത് PSC ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇങ്ങനെ അഡ്രസ്സിൽ വ്യത്യാസമുള്ളവർ അല്ലെങ്കിൽ ഇനീഷ്യലി മാറ്റമുള്ളവർ, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ നമ്മൾ ഈ PSC സർട്ടിഫിക്കറ്റ് നമ്മൾ പരീക്ഷ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുമ്പായിട്ട് തന്നെ PSC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരും. അപ്പോൾ അങ്ങനെ മെസ്സേജ് വരുന്ന ആ സമയത്ത് നമ്മൾ ഒരു പീരീഡ് ഓഫ് ടൈം ആണ് കിട്ടുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ക്ലാസ്സുകളിൽ പറയാറുണ്ട്. വളരെ കുറച്ച് സമയം കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ സമയത്തിനുള്ളിൽ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓരോ സർട്ടിഫിക്കറ്റ് ആയിട്ടല്ല അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്, എല്ലാ സർട്ടിഫിക്കറ്റും ഒരുമിച്ച് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസമുള്ള ഉദ്യോഗാർത്ഥികൾ നേരത്തെ തന്നെ ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങി വെച്ച് അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നീട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരുന്ന അവസരത്തിൽ ഓടി നടന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സമയം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ, ഇപ്പോൾ തുല്യതാ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഏത് സർട്ടിഫിക്കറ്റ് ആണോ ആവശ്യമുള്ളത് അത് ഓരോ ഉദ്യോഗാർത്ഥികൾക്കാണ് അറിയാവുന്നത്, അല്ലാതെ നമുക്കറിയത്തില്ല ആർക്കൊക്കെ എന്തൊക്കെ വ്യത്യാസമുണ്ട് എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു വ്യത്യാസങ്ങളുള്ള ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ മുൻകൂറായിട്ട് തന്നെ ഇത് വാങ്ങി വയ്ക്കുക. അതിനുശേഷം PSC ആവശ്യപ്പെടുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് വളരെയധികം പ്രയോജനപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.